ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മാലി ദ്വീപിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത് മാലിയുടെ പ്രസിഡന്റ് നേരിട്ടെത്തിയാണ്. മുഹമ്മദ് മൊയ്സു നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങൾ. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായിട്ട് മാലി ദ്വീപിൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു സർക്കാരും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമായത് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൊയ്സുവിന്റെ തന്നെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാര് ഇന്ത്യക്കാരെയും ലക്ഷദ്വീപ് നിവാസികളെയും നരേന്ദ്രമോദിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകളും പോസ്റ്റുകളും ഇട്ടു. അതേ തുടർന്ന് വലിയ വിവാദങ്ങളുണ്ടായി. ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങളുണ്ടായി. അങ്ങനെ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളാവുകയാണ്. ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തി. ഇന്ത്യക്കാര് മാലി ദ്വീപിലേക്ക് പോകുന്നത് നിർത്തിവെക്കുന്നു, ക്യാൻസൽ ചെയ്യുന്നു, മാലിയിലേക്ക് പോകാതെ ആവുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ. ഒടുവിൽ തന്റെ മന്ത്രിമാരെ പ്രസിഡന്റിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 അധികാരത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഹമ്മദ് മൊയ്സു പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലി ദ്വീപിലേക്ക് നേരിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് മുഹമ്മദ് മൊയ്സു ആണ്. ഏത് മൊയ്സു ആണ്? മറ്റേ ടീഷർട്ട് ഇട്ട് നിന്നിട്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ അതേ മുഹമ്മദ് മൊയ്സു. ഇന്ത്യ വിരുദ്ധനെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുള്ള മുഹമ്മദ് മൊയ്സു. ചൈനയും തുർക്കിയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താനും ഇന്ത്യയുമായിട്ട് അകന്നു പോകാനുമായിട്ട് ശ്രമിച്ച അതേ മുഹമ്മദ് മൊയ്സു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വന്ന് സ്വീകരിച്ചു. ഞാനത് ഏതെങ്കിലും തരത്തിൽ മാലി ദ്വീപ് ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കി ഇത് ഇന്ത്യയുടെ വലിയ വിജയമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് മാലി വളരെ ചെറിയൊരു രാജ്യമാണ്. നമ്മുടെ ഒരു ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു രാജ്യമാണ്. നമ്മൾ അങ്ങനത്തെ രാജ്യങ്ങളുടെ മുമ്പിൽ മസിൽ പവർ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വലിയ ആളാകേണ്ട കാര്യമില്ല. പക്ഷേ മാലി ദ്വീപ് ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ഏത് പോയിന്റിലായിരുന്നു നിന്നത്, അവിടെ നിന്ന് ഇപ്പോൾ എവിടെ എത്തി എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇത് നയതന്ത്ര ബന്ധത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ചൊരു സംഭവമായിട്ട് നമുക്ക് കാണാം. കാരണം നയതന്ത്ര തലത്തിൽ ഇന്ത്യ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സംഭവങ്ങൾ. അതായത് ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ലെന്ന് മാത്രമല്ല, സ്ഥിരമായിട്ടുള്ള താല്പര്യങ്ങളാണ് എക്കാലവും ഉണ്ടാവുക എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഹമ്മദ് മൊയ്സുമായിട്ട് യാതൊരു വ്യക്തിപരമായ ശത്രുതയും രാജ്യത്തിനില്ല. മുഹമ്മദ് മൊയ്സു ഇന്ത്യക്കെതിരെ പോയാൽ നമ്മളും അദ്ദേഹത്തിനെതിരെ പോവും. മാലി ദ്വീപ് ഇന്ത്യക്കെതിരെ പോയാൽ നമ്മളും പോവും. മാലി ദ്വീപ് നമ്മളുമായി സൗഹൃദം ആഗ്രഹിച്ചാൽ നമ്മളും കൈ കൊടുക്കും. നമ്മുടെ താല്പര്യങ്ങളാണ് അവിടെ പ്രധാനം. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് മാലി ദ്വീപ് പോകാതിരുന്നാൽ മാലിക്കെതിരായിട്ട് നമ്മളും പോകില്ല. ഈ അടുത്ത കാലത്തായിട്ട് പ്രേക്ഷകരും ശ്രദ്ധിച്ചു കാണും. അതായത് നമ്മുടെ മാലി ദ്വീപ് തുർക്കിയെയും ചൈനയും ഒക്കെ ഒരുപാട് എന്റർടൈൻ ചെയ്യുന്നതിൽ നിന്ന് പതിയെ ഒന്ന് വിട്ടു നിൽക്കുകയാണ്. കാരണം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മാലി ഇനി പെരുമാറില്ല. കാരണം മാലിക്കും ശ്രീലങ്കയ്ക്കും ഇപ്പോൾ ബംഗ്ലാദേശിനും ഒക്കെ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഞാനിത് പറയാൻ കാരണം പണ്ടത്തെ ഇന്ത്യ കുറെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുമായിരുന്നു. ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്നത്തെ ഇന്ത്യ റിയാക്ട് ചെയ്യുന്ന ഇന്ത്യയാണ്. പണ്ടത്തെ ഇന്ത്യ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ അഹിംസാ മാർഗമാണ്. കൂടുതലും സഹിക്കും. നമ്മൾ യുദ്ധമൊക്കെ ചെയ്തത് വേറെ വഴിയില്ലാതെ വന്നപ്പോഴാണ്. പക്ഷെ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമായിരുന്നില്ല. ഇന്ത്യക്ക് അന്നും കഴിവുണ്ടായിരുന്നു, കഴിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഇന്ന് ഇന്ത്യ അങ്ങനെ എല്ലാം വെറുതെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മോദി വന്നതിന് ശേഷം ഇന്ത്യയുടെ ആ ഒരു മസിൽ പവർ നമ്മളൊന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് കളിക്കാൻ പോയാൽ പണി കിട്ടും. ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്നൊരു ധാരണ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീലങ്ക ഒതുങ്ങിയത്. കാരണം ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായിട്ടുള്ള ഒരാളാണ് ഭരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു സാൻഡ്വിച്ച് ആകാനായിട്ട് തങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇന്ത്യയും ചൈനയും ഒരേപോലെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചൈനയുടെ സ്വാധീനം ശ്രീലങ്കയിൽ കുറയ്ക്കാനും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ചൈനയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാക്കാതിരിക്കാനും പ്രത്യേകം ഇപ്പോൾ ശ്രീലങ്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയുടെ പല കാര്യങ്ങളും നടക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ അത് തന്നെയാണ് മാലി ദ്വീപും ചെയ്യുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. സൗഹൃദമായി പോയി കഴിഞ്ഞാൽ ഇന്ത്യ ആയിട്ട് അങ്ങോട്ടൊന്നിനും വരില്ല എന്ന് അവർക്കറിയാം. നമ്മളെ ചൊറിയാൻ വരുമ്പോഴാണല്ലോ നമ്മൾ കയറി മാന്തുന്നത്. എന്തായാലും ഇത് വളരെ വലിയൊരു മാറ്റം തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാലി ദ്വീപിലേക്ക് എത്തുന്നു. പ്രസിഡന്റ് നേരിട്ടെത്തി ചുവന്ന പരവതാനി വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇത് ഇന്ത്യ മാലി ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. നയതന്ത്ര തലത്തിൽ ഒരു വലിയ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. മാലി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ ഒന്നും പോകേണ്ട കാര്യം പോലുമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ടാണ് അവരുടെ രാജ്യം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും കൊടുത്ത് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് അവിടെ മാലി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം.